വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ്. ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ 7ാമത്തെ അധ്യായം, ഇത് പൊളിറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചാപ്റ്ററാണ് കേട്ടോ. ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. അപ്പോൾ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇനി അങ്ങോട്ടുള്ള എക്സാമുകളിൽ നിരവധി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. ഇത് നമ്മുടെ പുതിയ പാർലമെന്റ് ആണ്. ഈ പാർലമെന്റ് നിർമ്മിക്കാൻ കാരണമായിട്ടുള്ള പ്രൊജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ വിസ്ത പ്രൊജക്റ്റ് ആണ്. സെൻട്രൽ വിസ്ത പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇനി ഓർമ്മിച്ചു വെക്കേണ്ടത്, നരേന്ദ്രമോദിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 28 മെയ് 2023 2023 ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. പാർലമെന്റിന്റെ ശില്പി ബിമൽ പട്ടേലാണ്. ഇവിടെ ലോക്സഭാ സിറ്റിംഗ് 888 സീറ്റ്, രാജ്യസഭാ സിറ്റിംഗ് 384 സീറ്റുമാണ് ഇവിടുത്തെ സിറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഇതിന്റെ ഓർഡർ ചോദിക്കാറുണ്ട്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ്? പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്കാണ്. ഓർമ്മിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ്, ഭരണഘടനാ നിർമ്മാണ സമിതി ഈ ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26 അതും കൂടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ജനാധിപത്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഈ അധ്യായം പരാമർശിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, ഭരണഘടനേതര സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും. എന്താണ് ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാല്? ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഭരണഘടന തന്നെയാണ്. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തണമെങ്കിൽ എന്താവശ്യമാണ്? ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. അപ്പോൾ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവ ഏതാണ്? ഭരണഘടനേതര സ്ഥാപനങ്ങളാണ്. ഭരണഘടനേതര സ്ഥാപനങ്ങൾ അത് പാർലമെന്റ് പാസാക്കുന്ന നിയമത്തിനനുസരിച്ചാണ് രൂപം കൊള്ളുന്നത്. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ സ്ഥാപനവൽക്കരണത്തിനായി രൂപീകരിച്ചിട്ടുള്ള വ്യത്യസ്ത സംവിധാനങ്ങളാണ് ഈ മുകളിൽ തന്നേക്കുന്നത്. അത്രയും അതില് നമുക്ക് ഏതൊക്കെയാണ് ഭരണഘടന പ്രകാരം ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന സ്ഥാപനങ്ങളെന്ന് നോക്കാം. ആദ്യം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, അതുപോലെ തന്നെ അടുത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇവയൊക്കെ ജനാധിപത്യത്തിന്റെ സ്ഥാപനവൽക്കരണത്തിനായിട്ട് രൂപീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും. ആദ്യം നമുക്ക് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിക്കാം. അപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ അത്രയും ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കാം. ന്യൂഡൽഹിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം. ഇതിന്റെ പേര് എന്താണ്? നിർവാചൻ സദൻ എന്നാണ്. നിർവാചൻ സദൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, നിർവാചൻ സദനാണ്. ഇനി ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പോയിന്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്? നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലായ്പ്പോഴും നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ് കൈക്കൊള്ളേണ്ടത്. അതിനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ചായ്വുണ്ടാവാൻ പാടില്ല. അപ്പോൾ ജനാധിപത്യത്തിന്റെ ക്രമം നടപ്പിലാക്കണമെങ്കിൽ ഇത്തരത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25 ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും
2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ടോട്ടൽ എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങളാണ്. ഇനി ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെല്ലാം നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. നിരവധി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ടത്, ഇംപീച്ച്മെന്റ് നടപടിക്രമത്തിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. അത് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ ആയിരുന്നു. സുകുമാർ സെൻ. ഇനി നിലവിലെ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. ഇനി ഇപ്പൊ നിലവിലുള്ള 2 അംഗങ്ങളാണ് സുഖ്ബീർ സിംഗ് സന്ധു, പിന്നെ ഡോക്ടർ വിവേക് ജോഷി. ഇനി അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ ഓർമ്മിച്ചു വെക്കുക, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM. ഇനി 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. ഓർമ്മിച്ചു വെക്കുക, വർഷം 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് ഉപയോഗിച്ചത്. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. അതൊക്കെ ഓർമ്മിച്ചു വെക്കുക. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ 2 യൂണിറ്റ് ആണുള്ളത്. ഒന്ന് കൺട്രോൾ യൂണിറ്റും ഒന്ന് ബാലറ്റ് യൂണിറ്റുമാണ് ഉള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, അതായത് VVPAT എന്ന് പറയുന്ന സംവിധാനവും ഈ ഒരു EVMൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും തിരഞ്ഞെടുപ്പ് ചിലവുകൾ കുറയ്ക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നുണ്ട്. അത് ഓർമ്മിച്ചു വെക്കുക. ഇന്ത്യൻ രാഷ്ട്രപതിയെ പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ്. അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ചുമതലകളെ കുറിച്ചാണ്. അപ്പൊ ഈ ചുമതലകളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നത് ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ച് 1950-51 ജനപ്രാതിനിധ്യ നിയമങ്ങളിലാണ്. അപ്പൊ ഇവിടെ ഓർമ്മിച്ചു വെക്കുക, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഈ നിയമങ്ങളിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചുമതലകൾ? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ വരുന്നവ: വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ട, നടത്തിപ്പ്, നിയന്ത്രണം, ഇതൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. അടുത്തത് പെരുമാറ്റ ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, ചിഹ്നങ്ങൾ അനുവദിക്കുക. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനം, തർക്കങ്ങൾ പരിഹരിക്കൽ, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടി സ്വീകരിക്കലും. ഇത്രയും കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഇനി ഇതിൽ തന്നിരിക്കുന്ന ചുമതലകൾ തന്നെ 1950 വരുന്ന നിയമങ്ങളിലും ജനപ്രാതിനിധ്യ നിയമത്തിലും 1951 ശുപാർശ ചെയ്യുന്ന നിയമങ്ങളിലും ഉൾപ്പെട്ടവയാണ്. അവ നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചെടുക്കാം. ആദ്യം നമുക്ക് ജനപ്രാതിനിധ്യ നിയമം 1950, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, അവയുടെ അതിർത്തി പുനർനിർണയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുക തുടങ്ങിയ നിയമമാണ് 1950 ജനപ്രാതിനിധ്യ നിയമത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. കൂടാതെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ശരിയായവയാണ് ഈ പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ തന്നെ ഓർമ്മിച്ചു വെക്കേണ്ട കാര്യം നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനവും 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലാണ് വരുന്നത്. കൂടാതെ വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങളും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓർമ്മിച്ചു വെക്കുക, 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വോട്ടർ പട്ടിക തയ്യാറാക്കുക, നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ നിയമനമൊക്കെ 1950 റെപ്രസെന്റേഷൻ പീപ്പിൾ ആക്ടിലാണ് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു പോയിന്റ് ഉള്ളത്, ജനുവരി 25 പ്രത്യേകത പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 അതുകൊണ്ട് തന്നെയാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 25 ജനപ്രാതിനിധ്യ നിയമം 1951, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951 ജനപ്രാതിനിധ്യ നിയമം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യത, അയോഗ്യത എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഏതിലാണ് പറയുന്നത്? 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം, രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നതും 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലാണ്. പിന്നെ ഇവിടെ ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലാണ് പരാമർശിച്ചിട്ടുള്ളത്. ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട പ്രധാന പോയിന്റ്, സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇപ്പോൾ നിലവിൽ 26ാമത്തെ വ്യക്തി ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. ജ്ഞാനേഷ് കുമാർ, അത് ഓർമ്മിച്ചു വെക്കുക. ഇവിടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നത്. ഓർമ്മിച്ചു വെക്കുക, സംസ്ഥാനങ്ങളിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതൊക്കെയാണ്? 73, 74. ഇപ്പോൾ ഭരണഘടനയുടെ 243 ക്ലോസ് കെ ബാർ, 243 ക്ലോസ് ഇസഡ് എ എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഓർമ്മിച്ചു വെക്കുക, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ചുമതലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നിയന്ത്രണവും, അതുപോലെ തന്നെ ഓർമ്മിച്ചു വെക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി കേരളത്തിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിലവിൽ വന്നത് 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഡിസംബർ 3 ഇത്രയും കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം തന്നെ നന്നായിട്ട് പഠിച്ചാൽ ഈ ഭാഗത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കണ്ടെത്താം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്